ഹലോ, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു തക്കാളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനുള്ള ഒരു കൂട്ടാനാണ്. അപ്പോൾ ഇതിന് മുമ്പും ഞാനൊരു തക്കാളി കറി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള ഒരു കറിയാണ്. ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 2 തക്കാളി സ്ലൈസ് ചെയ്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു 2-3 ചെറിയ ഉള്ളി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഇതൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് വേഗം വേണ്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഉപ്പും ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഈ തക്കാളീനെ നന്നായിട്ട് വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങയും ജീരകവും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഈ തേങ്ങ ഒന്ന് ഇതിൽ ചെറുതായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങ ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ തേങ്ങ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 1/4 കപ്പ് തൈര് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്, മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കാം. അധികം തൈര് ചേർക്കണ്ട, തക്കാളി കറി ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് പുളി കൂടും. അപ്പോൾ ഈ അടിച്ച തൈരും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുക. അധികം കട്ടി കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്താൽ മതി. ഇനി ഇതിൽ ഉപ്പ് എരിവൊക്കെ നോക്കാം. ഉപ്പ് കുറവാണ്, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം. ഇനി അധികം നേരം ഇട്ട് ഇത് തിളപ്പിക്കരുത്. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് വറുത്തിടുകയാണ്. അതിനായിട്ട് ഞാനൊരു വറുത്തിടുന്ന പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടുമ്പോഴേക്കും കുറച്ച് ഉലുവ ചേർക്കാം. പിന്നെ മുളക്, എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വറുത്തത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ സിമ്പിൾ തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇതിന് മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ തോരൻ്റെയോ കൂടെ നമുക്കിത് കഴിക്കാം. ഇത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.